അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ആലപ്പി സ്പെഷ്യൽ ബിരിയാണിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മലബാർ ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പിന്നെ കാസർഗോഡ്, അങ്ങനെ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ ആലപ്പിയിലും ഉണ്ട്. ആലപ്പി ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ബിരിയാണിയുടെ മസാല എല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് സവാള വറുത്ത് കുറച്ച് തേങ്ങ വറുത്തിട്ട് നന്നായിട്ട് നെയ്യിൽ വറുത്ത് മിക്സിയിലടിച്ച് ലാസ്റ്റ് ചേർക്കുക. സൂപ്പർ ബിരിയാണിയാണ്. 1.5 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി നന്നായി ഹാഫ് ബോയിൽ ചെയ്ത് പുഴിഞ്ഞു ഊറ്റിയിട്ടാണ് ഞാൻ ഈ ബിരിയാണി ചെയ്തിട്ടുള്ളത്. അതിന് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായി ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം നമ്മളിപ്പം സാധാരണ പോലെ തന്നെ കുറച്ച്, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ബീഫിലേക്ക് കുറച്ച് നമ്മളിപ്പം 5 സവാളയാണ് ഈ ബിരിയാണിക്ക് ചേർക്കാൻ നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ 2 സവാള അരിഞ്ഞത് ഇതിൽ കൂട്ടുക. 10 പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ 5 പച്ചമുളക് ഇതിൽ കൂട്ടുക. കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, ഇത് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അത് ചേർക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അത് വെന്ത് കഴിഞ്ഞ ശേഷം അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ച് സവാള വഴറ്റുക, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് വഴറ്റുക. പിന്നെ എല്ലാം കഴിഞ്ഞ് തക്കാളി, ടൊമാറ്റോ, സവാളയും പച്ചമുളകും എല്ലാം വഴന്നതിന് ശേഷം നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കണ്ട, കുറച്ചൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മൾ ഡബിൾ ഹൗസിന്റെ ബിരിയാണി പൗഡറാണ്. അതാകുമ്പോൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അതിൽ പിന്നെ അതും ചേർത്ത് തൈരിന് പകരം മോരാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ 1 കിലോ ബീഫിന് ഹാഫ് ഗ്ലാസ് മോരാണ് വേണ്ടത്. ഇപ്പൊ വീഡിയോ നീണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഇടാത്തത്. എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പൊ അതിലൊരു സ്പെഷ്യാലിറ്റി ചേരുവ എന്നുള്ള രീതിയിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്പെഷ്യൽ സീക്രട്ട് ആയിട്ട് നമ്മുടെ കോക്കനട്ട് ഫ്രൈ ചെയ്തതും കൂടി ചേർക്കുക. ചിലർ മല്ലിയിലയും കൂടെ അരയ്ക്കും കേട്ടോ, അപ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. പക്ഷെ അത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലേക്ക് പോകും. അപ്പൊ ഇതെല്ലാം വഴറ്റിയ ശേഷം നമ്മുടെ ബീഫ് അതിലോട്ടിട്ട് അന്ന് 2-3 തിളയൊക്കെ തിളച്ച് കഴിഞ്ഞ് നല്ല മണമൊക്കെ വരികയുമ്പോഴേക്ക് നമുക്ക് മല്ലിയില, പുതിനയില, നമുക്കെല്ലാം ചേർക്കുന്ന ലീഫ് ഉണ്ടല്ലോ, അതെല്ലാ ചേരുവകളും അതിലോട്ട് ചേർക്കുക. എന്നിട്ട് ഇറക്കി വെക്കുക. പിന്നെ സാധാരണ ദമ്മിട്ട് എടുക്കുന്ന പോലെ എടുത്താൽ മതി. പക്ഷെ നല്ല ബിരിയാണിയാണ്. ഒരു മടുപ്പും ഉണ്ടാവാത്ത രീതിയിൽ നല്ല രീതിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി കഴിക്കാം. അത് നന്നായിട്ടുണ്ട്. മധുരത്തിന്റെ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞാണ് നമ്മുടെ കോഴിക്കോട് ബിരിയാണിയായിട്ട് ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.